യാചകർക്ക് പണം നൽകുന്നതിൽ വിലക്കുള്ള ഒരു നഗരമുണ്ട് ഇന്ത്യയിൽ. ഈ നഗരത്തിലെത്തി ആരെങ്കിലും യാചകർക്ക് പണം നൽകിയാൽ നിങ്ങൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ആ നഗരം. യാചകരില്ലാത്ത നഗരം എന്ന നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ജനുവരി 1 മുതലാണ് ഈ നിബന്ധന നടപ്പാക്കുക. രാജ്യത്തെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ഇൻഡോർ. തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുന്ന നഗരത്തെ യാചകരില്ലാത്ത ഇടം കൂടിയാക്കി മാറ്റാനാണ് അധികൃതരുടെ നീക്കം. ഇൻഡോറിൽ ഭിക്ഷാടനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അവിനാഷ് സിംഗ് പറഞ്ഞു. ഭിക്ഷാടനത്തിനെതിരായ ബോധവൽക്കരണ ക്യാമ്പുകളും അധികൃതർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനം വരെ ബോധവൽക്കരണം തുടരണമെന്നും സംഘാടകർ വ്യക്തമാക്കി. വരും വർഷം ജനുവരി 1 മുതൽ ആരെങ്കിലും ഭിക്ഷ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നൽകുന്നവർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. ഈ മുന്നറിയിപ്പും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ഭിക്ഷ നൽകുക എന്ന തെറ്റിൽ പങ്കാളികളാകരുതെന്ന് ഇൻഡോറിലെ എല്ലാ താമസക്കാരോടും അഭ്യർത്ഥിക്കുന്നതായും കളക്ടർ പറഞ്ഞു. ആളുകൾക്ക് ഭിക്ഷ നൽകുക എന്ന തെറ്റിൽ പങ്കാളികളാകരുതെന്ന് ഇൻഡോറിലെ എല്ലാ താമസക്കാരോടും അഭ്യർത്ഥിക്കുന്നതായും കളക്ടർ പറഞ്ഞു. യാചകരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഇൻഡോറിന്റെ തെരുവുകളെ യാചകരില്ലാത്ത ഇടമാക്കി മാറ്റുന്നത്. ഡൽഹി, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, ഇൻഡോർ, ലക്നൗ, മുംബൈ, നാഗ്പൂർ, പട്ന, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നത്. ഭിക്ഷാടന വിരുദ്ധ പ്രചാരണം നടത്തുന്നതിനിടെ ഇൻഡോർ ഭരണകൂടം ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ചില യാചകർക്ക് നല്ല വീടുണ്ട്. മറ്റു ചിലരുടെ മക്കൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. പരിശോധന നടത്തിയപ്പോൾ ഒരു യാചകനിൽ നിന്ന് 29,000 രൂപയാണ് കണ്ടെത്തിയത്. മറ്റൊരാൾ പണം വായ്പ കൊടുത്ത് പലിശ വാങ്ങുന്നതായും കണ്ടെത്തി. രാജസ്ഥാനിൽ നിന്നും ഒരു സംഘം ആളുകൾ ഭിക്ഷാടനത്തിനായി കുട്ടികളുമായി ഇൻഡോറിൽ എത്തിയിരുന്നു. എന്നാൽ ഇവരെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തിയതായി പ്രൊജക്ട് ഓഫീസർ ദിനേശ് മിശ്ര പറഞ്ഞു. കൂടാതെ ഇതിനോടകം ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി പേരെ പുനരധിവസിപ്പിച്ചതായി ജില്ലാ കളക്ടർ ആശിഷ് സിംഗ് വ്യക്തമാക്കി. ഭിക്ഷാടന മാഫിയ അതിശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം കർശന നടപടിയുമായി രംഗത്ത് വന്നത്. ഇൻഡോറിൽ ആളുകളെ ഭിക്ഷ യാചിക്കാൻ ഇരുത്തുന്ന മാഫിയകളെ കഴിഞ്ഞ മാസങ്ങളിൽ പിടികൂടിയിരുന്നു. പിടികൂടിയ യാചകർക്ക് പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഖജ്രാന ടെമ്പിൾ സ്ക്വയറിൽ നിന്ന് 12 യാചകരെയാണ് മാഫിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അന്നപൂർണ ക്ഷേത്ര പരിസരത്തു നിന്ന് 10 യാചകരെയും 4 കുട്ടികളെയും രക്ഷപ്പെടുത്തിയിരുന്നു. ബാലാജി ക്ഷേത്രത്തിൽ നിന്ന് 12 ഭിക്ഷാടകരെയാണ് അധികൃതർ രക്ഷപ്പെടുത്തുകയും പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്തത്.